നമസ്കാരം. കോൺഗ്രസിന് തന്റെ സേവനം വേണ്ടെങ്കിൽ എനിക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ട്. ഈ പ്രതികരണവുമായി നിലപാട് കടുപ്പിക്കുകയാണ് ശശി തരൂർ. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് തിരുവനന്തപുരം എം പി തനിക്ക് സ്വതന്ത്രമായ അഭിപ്രായമുണ്ടെന്നും അത് പറയുമെന്നും വീണ്ടും ആവർത്തിക്കുന്നത്. കോൺഗ്രസ് അടിത്തറ ശക്തമാക്കണം. കേരളത്തിൽ കോൺഗ്രസിന് നേതാവില്ലെന്ന പ്രതിസന്ധിയുണ്ട്. ദേശീയ തലത്തിൽ പോലും ഇങ്ങനെ പോയാൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും തരൂർ പറയുന്നു. പാർട്ടിക്ക് പുറത്ത് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നേതാവിന്റെ കുറവാണ് തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസിനുള്ള മുന്നറിയിപ്പായി ഇത് മാറുകയാണ്. 100 പേരുടെ കൂട്ടമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡെന്നും അവിടെ ക്രിയാത്മകമായി ഒന്നും നടക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം മാറിയാൽ മാത്രമേ കോൺഗ്രസിന് മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന നിരീക്ഷണമാണ് കോൺഗ്രസ് എം പി നടത്തുന്നത്. 4 തവണ തിരുവനന്തപുരത്ത് ജയിച്ചു. വികസന കാര്യത്തിൽ സ്വതന്ത്ര അഭിപ്രായം പറയാൻ കൂടി വേണ്ടിയാണ് തനിക്ക് ജനം വോട്ട് ചെയ്തത്. തനിക്ക് തിരുവനന്തപുരത്ത് പാർട്ടിക്കപ്പുറത്തേക്ക് വോട്ട് നേടാനായി. ഇത്തരത്തിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നേതാവ് കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടായാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയൂ എന്നാണ് തരൂർ പറയുന്നത്. വോട്ട് ബേസ് കൂട്ടാനായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ദേശീയ തലത്തിലും വോട്ട് ബേസ് ഉയർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷയുള്ളൂ. ദേശീയ തലത്തിൽ 19% വോട്ടാണ് കോൺഗ്രസിനുള്ളത്. പാർട്ടി എന്ന നിലയിൽ അത് മതി. പക്ഷേ അധികാരത്തിലെത്താൻ ഇനിയും 26-27% വോട്ട് കിട്ടേണ്ടതുണ്ട്. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തവരെ പാർട്ടിയുമായി അടുപ്പിച്ചാൽ മാത്രമേ ഭരണത്തിലെത്തുക സാധ്യമാകൂ. തിരുവനന്തപുരത്ത് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മാത്രമേ 2026 കേരളം പിടിക്കാൻ കഴിയൂ. കേരളത്തിലെ കോൺഗ്രസിന് ഒരു നേതാവിൻ്റെ കുറവുണ്ടെന്ന് ഘടകകക്ഷികൾക്കും പാർട്ടി പ്രവർത്തകർക്കുമെല്ലാം അഭിപ്രായമുണ്ട്. പല അഭിപ്രായ സർവേകളും തനിക്ക് നേതൃത്വം നൽകണമെന്ന് പറയുന്നു. കോൺഗ്രസിന് ആവശ്യമുണ്ടെങ്കിൽ താനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് മറ്റു വഴികളില്ലെന്ന് ചിന്തിക്കരുത്. പുസ്തകങ്ങളും പ്രസംഗങ്ങളും മറ്റു പരിപാടികളുമെല്ലാം ലോകത്തിന് മുന്നിൽ സംവദിക്കാൻ തനിക്കുണ്ടെന്നും തരൂർ പറയുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിട്ടാണ് കോൺഗ്രസിൽ ചേർന്നത്. ആരെയും ഭയക്കാതെ സ്വന്തം അഭിപ്രായം പറയുന്നത് തുടരും. മോദിയുടെയും പിണറായിയുടെയും നല്ല കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതും അതുകൊണ്ടാണെന്നും തരൂർ പറയുന്നു. അതേസമയം നേരത്തെ ലേഖന വിവാദത്തിന്റെ പേരിൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ട ശശി തരൂരിനെ ഹൈക്കമാൻഡ് ചേർത്ത് നിർത്തിയ ഘട്ടത്തിലും പാർട്ടിയിൽ താൻ നേരിടുന്നത് കടുത്ത അവഗണനയും ആക്രമണവും എന്ന പരാതിയും പരിഭവവും അദ്ദേഹം മറച്ചുവെച്ചിരുന്നില്ല. ലേഖന വിവാദത്തിൽ കണ്ടതുപോലെ തന്നെ ഇനിയും വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് തന്നെയായിരുന്നു അന്നും അദ്ദേഹം സൂചന നൽകിയത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം പാർട്ടിയിൽ താൻ അവഗണന നേരിടുന്നു എന്നതായിരുന്നു തരൂരിന്റെ മുഖ്യ പരാതി. രാഹുലുമായി വർദ്ധിച്ച അകലം ചൊവ്വാഴ്ചത്തെ ചർച്ചയുടെ അല്പം കുറഞ്ഞെങ്കിലും പൂർണ്ണ തൃപ്തനല്ല എന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും താൻ നേരിടുന്ന അവഗണനയാണ് തരൂർ രാഹുലുമായുള്ള ചർച്ചയിലും ധരിപ്പിച്ചത്. സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരെയും കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരെയും നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇരു സർക്കാരുകളെയും വാഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് രാഹുലും തരൂരിനെ ധരിപ്പിച്ചിരുന്നു. ലേഖനത്തിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ താൻ ഉന്നയിച്ച വാദത്തെയും മോദിയുടെ വിദേശ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളെയും ദുർവ്യാഖ്യാനിച്ച് പ്രതിപക്ഷ നേതാവടക്കം വിമർശനം ചൊരിഞ്ഞത് തരൂരിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന് തന്നെയാണ് തരൂരിന്റെ നിലപാട്. സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം നൽകിയ പരാതിക്ക് പുറമെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തനിക്ക് അവസരം നൽകണമെന്ന് തരൂരും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. വിദേശ നയത്തിലടക്കമുള്ള വിഷയങ്ങളിൽ താൻ എക്കാലത്തും വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നായിരുന്നു തരൂരിന്റെ വിശദീകരണം. താൻ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയാണെന്ന വികാരം അദ്ദേഹം രാഹുലുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.